നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റോയ് എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? റോയ് അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല. ഇതിന് പുറകിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദമാണെന്നും അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലിന്റെ ഭാഗമായിട്ടാണ് റോയ് കൊല്ലപ്പെട്ടത് എന്നൊക്കെയുള്ള രീതിയിലേക്ക് അതിനെ വളച്ചൊടിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ചില ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇന്ന് പുലരുന്ന സമയമാകുമ്പോഴേക്കും അത്തരത്തിലുള്ള നറേറ്റീവുകൾക്ക് വലിയ പ്രാധാന്യമില്ലാത്ത രീതിയിലേക്ക് ആണ് ഈ വാർത്തയുടെ സത്യാവസ്ഥ പോകുന്നത് എന്നാണ് വാസ്തവം. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ കർണാടകയിലെ ചില നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇത് എങ്ങനെയെങ്കിലും കേന്ദ്രത്തിന് നേരെ തിരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചില ശ്രദ്ധ തിരിക്കലുകൾ അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കലുകളൊക്കെ അവരുടെ പ്രസംഗത്തിലൂടെ നടത്തിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊന്നും അല്ല സംഭവിച്ചത് എന്ന വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ റോയിയുടെ സ്ഥാപനത്തിൽ ED റെയ്ഡ് അല്ല നടന്നത്, IT റെയ്ഡാണ് നടന്നത്. റോയിയുടെ സ്ഥാപനത്തിൽ മുൻപ് ED റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ഒരുപാട് ഡോക്യുമെന്റുകളും കാര്യങ്ങളൊക്കെ ED പിടിച്ചെടുക്കുകയും അതിന് വിശദീകരണം കൊടുക്കാൻ വേണ്ടി റോയിയോട് ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട ചില നിയമപരമായിട്ടുള്ള ചില ഈ വ്യക്തത വരുത്തലുകൾ, അത്തരം വ്യക്തത വരുത്തലുകളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് IT റെയ്ഡും കൂടെ വരുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ഓൺലൈൻ ചാനലിന്റെ അവതാരകനായിട്ടുള്ള അരുൺ രാഘവ് അദ്ദേഹത്തിന്റെ ഓൺലൈൻ ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് റോയ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. ആ പോഡ്കാസ്റ്റിനകത്ത് റോയ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നുമില്ല, എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി ഞാനൊരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത് പൊട്ടിത്തകർന്ന് മരിച്ചു പോയാലും ഞാൻ പറന്നു നടക്കും, അത്രയേറെ സന്തോഷമേ എനിക്കുള്ളൂ, എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്ന് റോയ് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ഞാൻ കണ്ടിരുന്നു. ആ പോഡ്കാസ്റ്റ് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ പോഡ്കാസ്റ്റ് വീണ്ടും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുള്ളൂ, എല്ലാം ഞാൻ അച്ചീവ് ചെയ്തു, അച്ചീവ് ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല, ഇനി അച്ചീവ് ചെയ്യാൻ ബാക്കി എന്തെങ്കിലും ഉണ്ട് എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയുള്ള ഓരോ ജീവിതവും ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇന്നലെ അരുൺ രാഘവ് ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ആദരാഞ്ജലി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പോഡ്കാസ്റ്റ് എടുക്കുകയും ആ പോഡ്കാസ്റ്റ് എന്നാണ് വരിക, എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ പോഡ്കാസ്റ്റ് വരുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ പോഡ്കാസ്റ്റ് എന്നാണ് ഇറങ്ങുക എന്ന് നിരന്തരമായി തന്നോട് റോയ് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് അരുൺ പറയുന്നുണ്ട്. അതിനുശേഷം ആ പോഡ്കാസ്റ്റ് ഇറങ്ങിയപ്പോൾ വളരെ നല്ല പോഡ്കാസ്റ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത് എന്നൊക്കെ റോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അരുൺ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് 1-2 ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തെ റോയ് വിളിച്ചിട്ട് ഈ പോഡ്കാസ്റ്റ് തൽക്കാലം ഒന്ന് പ്രൈവറ്റ് ചെയ്യണം, കാരണം EDയുടെ റെയ്ഡ് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പോഡ്കാസ്റ്റ് ഇപ്പോൾ ഒരു ചില ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് എന്ത് ചെയ്യണം, തൽക്കാലം ഒന്ന് പ്രൈവറ്റ് ചെയ്യണം എന്ന് വിളിച്ചു പറഞ്ഞു എന്ന് ആണ് അരുണിന്റെ പോസ്റ്റിലുള്ളത്. പിന്നീട് അത് പ്രൈവറ്റ് ചെയ്യുകയും കുറച്ച് നാളുകൾക്ക് ശേഷം ED റെയ്ഡ് അത് ED റെയ്ഡൊക്കെ അവസാനിച്ചു, ഇനി അത് നിങ്ങൾ ഇട്ടോളൂ എന്ന് തന്നെ റോയ് തന്നെ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സാർ എന്ന് ചോദിച്ചപ്പോൾ ED റെയ്ഡ് ആണല്ലോ, അതിന്റെ പ്രൊസീജിയറൊക്കെ ഒരുപാട് ഉണ്ടല്ലോ, നമുക്ക് നേരിട്ടത് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. പിന്നീട് പക്ഷെ നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നും അരുൺ ആ അവസാനം ആദരാഞ്ജലി നേർന്നുകൊണ്ടുള്ള ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഈ ചോദ്യം ഇതാണ്, അതായത് ED റെയ്ഡ് നടക്കുന്ന സമയത്ത് ഒരു പോഡ്കാസ്റ്റ് തൽക്കാലം ഈ പറയുന്നത് പോലെ അത് പ്രൈവറ്റ് ചെയ്യണമെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിലെ ചേതോവികാരം? ഏതെങ്കിലും ഒരു തരത്തിൽ ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള എന്തോ കാര്യം EDക്ക് ഒരു ഹിന്റായി കിട്ടുമെന്നും അതിലൂടെ ഒരു അന്വേഷണം നടക്കുമെന്നും വലിയ തരത്തിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്നത് പോലെ അത് ആ ഒരു പോഡ്കാസ്റ്റ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ആദ്യം തയ്യാറായില്ല, അല്ലെങ്കിൽ പിൻവലിക്കാനുള്ള സമ്മർദ്ദം അദ്ദേഹം ചെലുത്തിയത് അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന് IT റെയ്ഡ് നടക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, റോയിയെ പോലുള്ള ഒരു മനുഷ്യൻ വളരെ സാധാരണ നിലയിൽ നിന്ന് കേരളത്തിലെ ഒരു ചെറിയ ബിസിനസ് രംഗങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന് മറ്റൊരു ഗ്രൂപ്പിന്റെ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിന്ന് മാറി കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി. കോൺഫിഡന്റ് ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ
ഒരു എന്താണ് പ്രസ്ഥാനമായി വളരുന്നു. ഇന്ത്യയിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും ഒക്കെ ഒരുപാട് കമ്പനികളുമായിട്ടൊക്കെ അലയൻസ് ഉണ്ടാക്കുകയും വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ റോയ് കെട്ടിപ്പടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സിനിമകളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയിലെ വലിയ നടന്മാരുമായിട്ടും അതുപോലെ തന്നെ സെലിബ്രിറ്റികളുമായിട്ടും പൊളിറ്റീഷ്യൻസും ഒക്കെ ആയിട്ടും അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. മലയാള സിനിമയിലെ പല നടന്മാരുമായിട്ടും അദ്ദേഹത്തിന് ആത്മസൗഹൃദമുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഈ ഒരു അറസ്റ്റിന് മുന്നോടിയായിട്ട് പുറത്തു വന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ IT റെയ്ഡ് നടക്കുന്നുണ്ട്. IT റെയ്ഡിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ചില രാഷ്ട്രീയക്കാരുടെ അവരുടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ബ്ലാക്ക് മണി റിയൽ എസ്റ്റേറ്റിൽ വഴി നിക്ഷേപിച്ച് അത് വെളുപ്പിച്ചെടുക്കാനുള്ള സഹായം കോൺഫിഡന്റ് ഗ്രൂപ്പ് വഴി നടന്നിട്ടുണ്ട് എന്നൊരു പരാതി, അതീവ ഗുരുതരമായ പരാതിയാണ്. നമ്മൾ മനസ്സിലാക്കണം, പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കയ്യിലുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ കയ്യിലുള്ള പണം വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ആളുകളെയും അവർ എന്ത് ചെയ്യാറുണ്ട്, കൂടെ കൂട്ടാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ സഹായം തേടാറുണ്ട്. അത്തരത്തിലുള്ള ബിസിനസ് രംഗത്ത് ഇത്തരം പണം ഇറക്കുകയും പിന്നീട് അത് വൈറ്റ് മണിയായി തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ തരത്തിൽ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അവരുടെ കയ്യിലുള്ള പണം വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ബ്ലാക്ക് മണി ഈ റോയ്ക്ക് കൊടുത്തിരുന്നു, അല്ലെങ്കിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന് കൊടുത്തിരുന്നു എന്ന ഗുരുതരമായ പരാതിയാണ് ഇഡിക്ക് മുന്നിലെത്തിയത്. അതിൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇഡിയുടെ അന്വേഷണം നടന്നതും ആ സമയത്താണ് ഈ പോഡ്കാസ്റ്റ് പിൻവലിക്കേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ ഒരു സ്ഥാപനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരനെ ഇഡി വിളിച്ചു വരുത്തുകയും മൊഴിയെടുക്കുകയും തുടർന്ന് ഈ റോയിയുടെ പ്രധാനപ്പെട്ട ഓഫീസിലെ, ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഓഫീസിലെ, ബംഗളൂരുവിലെ കോർപ്പറേറ്റ് ഓഫീസിലെ ചില ലോക്കറുകൾ അവർ പൂട്ടി സീൽ ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അതായത് ഇത് യാതൊരു തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീൽ ചെയ്ത ചില ലോക്കറുകൾ ഉണ്ടായിരുന്നു. ചില ലോക്കറുകളൊക്കെ അന്ന് അവർ സീൽ ചെയ്ത് പോയതാണ്. ഈ ഇൻകം ടാക്സിന്റെ ബംഗളൂരുവിലെ ഓഫീസേഴ്സിനെ നേരിട്ട് ഈ പറയുന്ന റെയ്ഡിന് നിയോഗിക്കാതെ കേരളത്തിലുള്ള കൃഷ്ണപ്രസാദ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് ബംഗളൂരുവിലേക്ക് ഈ പറയുന്ന റെയ്ഡിന് വേണ്ടിയിട്ട് തീരുമാനിച്ച് അയച്ചിട്ടുള്ളത്. അത് ഈ ബംഗളൂരുവിലെ ഓഫീസർമാർ സാധാരണയായി നമുക്കറിയാം ബംഗളൂരുവിലെ വലിയ ഒരു വ്യവസായ പ്രമുഖനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥരെ അവിടേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് അവിടെ റെയ്ഡ് നടന്നത്. ആ റെയ്ഡ് നടക്കുമ്പോഴും റോയ് ഉണ്ടായിരുന്നത് ഗൾഫിലാണ്, ദുബായിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ദുബായിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയും ഈ പറയുന്നത് പോലെ IT ഉദ്യോഗസ്ഥർ വിളിച്ചതിന്റെ പുറത്ത് അദ്ദേഹം ദുബായിൽ നിന്ന് ബംഗളൂരുവിലെ ഓഫീസിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ബംഗളൂരുവിലെ ഓഫീസിൽ സീൽ ചെയ്തിട്ടുള്ള ലോക്കറുകൾ തുറക്കാനാണ് IT സംഘം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഈ ലോക്കർ തുറക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ലോക്കർ തുറക്കാൻ കഴിയുള്ളൂ. മുൻപ് നടന്ന റെയ്ഡ്, ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒരു സാക്ഷിയുടെ മുൻപാകെ അദ്ദേഹത്തിൽ നിന്ന് തങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്, ഇതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇവർ ഉണ്ടാക്കിയിട്ടില്ല എന്ന് എഴുതി ഒപ്പിട്ട് ഇഡി വാങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദത്തിലാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ വേട്ടയാടൽ എന്നൊക്കെ പറയുന്ന കാര്യത്തിലോടൊന്നും ഒരു തരത്തിലും ഒരു സംഭവമില്ല. അതൊക്കെ വെറുതെ ഈ വളച്ചൊടിക്കൽ കാര്യങ്ങൾ മാത്രമാണ്. ചില രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണങ്ങൾ ഈ തരത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിലേക്ക് ഉണ്ടായിരുന്നോ, കോൺഫിഡന്റ് ഗ്രൂപ്പിൽ വീണിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില നേതാക്കന്മാർക്കൊക്കെ വിരളി പൊളിക്കുന്നത് അല്ലെങ്കിൽ പിടിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് റോയിയെ വിളിച്ചു വരുത്തുകയും ഈ ലോക്കർ തുറക്കാൻ ആവശ്യപ്പെടുകയും, പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അദ്ദേഹം അത് തയ്യാറാവുകയും ലോക്കർ തുറക്കാൻ വേണ്ടി 3 മണിക്ക് ലോക്കർ തുറക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നു. അതിനുശേഷം 10 മിനിറ്റോളം സമയം അദ്ദേഹം ശങ്കിച്ചു നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ശങ്കിച്ചു നിന്നതിന് ശേഷമാണ് അദ്ദേഹം സ്വന്തം റിവോൾവർ എടുത്തുകൊണ്ട് സ്വന്തം നെഞ്ചത്തേക്ക് വെടിയുതിർക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം എന്നൊരാവശ്യവും പറഞ്ഞതായിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദരും അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളും ഒക്കെ തന്നെ മറ്റു പല മാധ്യമങ്ങളോടും നമ്മൾ പേഴ്സണലായി അന്വേഷിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് അവർ അനുവദിച്ചിട്ടില്ല. അതായത് മറ്റുള്ള ആൾക്കാരുമായി സംസാരിക്കുന്ന ഒരു ചെറിയൊരു ഏത് റെയ്ഡ് നടക്കുമ്പോഴും അത്തരത്തിൽ മറ്റ് പുറമെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ ചില നിയന്ത്രണങ്ങൾ വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നിയന്ത്രണം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം അകത്ത് കയറുകയും അദ്ദേഹം ആ ലോക്കർ തുറക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വരികയും, അതായത് ലോക്കർ അദ്ദേഹം മനഃപൂർവ്വം തുറന്നില്ല എന്നുള്ളതല്ല, ലോക്കർ തുറക്കുന്നതിൽ അദ്ദേഹത്തിന് എന്തോ മാനസിക പ്രയാസം ഉണ്ടായോ എന്ന് അറിയില്ല. പക്ഷെ ആ ലോക്കർ തുറക്കുന്ന സമയത്താണ് അദ്ദേഹം സ്വയം നിറയൊഴിച്ച് വെടിയുതിർത്ത് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഹൃദയത്തിന്റെ പ്രധാന ഭാഗത്തു കൂടി ബുള്ളറ്റ് തുളഞ്ഞ് കയറിപ്പോയിട്ടുണ്ട്. ആ ബുള്ളറ്റ് ഈ പറയുന്ന എന്താണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അത് റിക്കവർ ചെയ്ത് എടുക്കുകയും അത് ഫോറൻസിക് സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന് വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ കർണാടക സി ഐ ഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വ്യക്തമായ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മറ്റുള്ള ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ ചെയ്തത് നിയമത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ യാതൊരു തെറ്റുമില്ലാതെ അവരെല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു റെയ്ഡാണ് നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ യാതൊരു തരത്തിലുമുള്ള മറ്റ് എന്തെങ്കിലും ഒരു ഭീഷണിപ്പെടുത്തലുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ലോക്കറിനകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? റോയിയെ പോലെ വളരെ വലിയൊരു ബിസിനസ്മാന് എന്താണ് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്? ഇപ്പം ഇൻകം ടാക്സിന്റെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ, ഈ നമ്മുടെ വ്യവസായികളുടെ ഒക്കെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ചിലപ്പോൾ നികുതിയൊക്കെ കൃത്യമായി അടയ്ക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. നമ്മൾ വലിയ പൈസയൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, ബിസിനസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ പണമൊക്കെ കൃത്യമായിട്ട് തന്നെ ഒരു ഓഡിറ്റ് ഒക്കെ ഉണ്ടാക്കി അത് അടയ്ക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ, അവരുടെ കീഴിലുള്ള ഏതെങ്കിലും വിഭാഗത്തിന്റെ ഇൻകത്തിൽ നിന്നുള്ള ടാക്സ് അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിഴയോടുകൂടി അത് അടച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല. ഇനി അത് കേസായാൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി ആയതുകൊണ്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥ അതിനനുശാസിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതൊന്നുമല്ല ഈ ലോക്കറിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ആ ലോക്കർ എന്തുകൊണ്ട് തുറന്നില്ല? എന്തുകൊണ്ടാണ് ആ ലോക്കർ സീൽ വെച്ചത്? ഏതൊക്കെ രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണമാണ് ഇതിലൂടെ വെളുപ്പിക്കപ്പെട്ടിട്ടുള്ളത്? തുടങ്ങിയുള്ള ചർച്ചകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമൂലം തന്നെ റോയിക്ക് ഒരുപക്ഷെ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതുമൂലം തന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമോ, ക്രെഡിബിലിറ്റി മോശമാകുമോ എന്നൊക്കെയുള്ള ചിന്ത അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം നിറയൊഴിച്ചത് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ വ്യവസായ ലോകം ആകമാനം ഒരു ഞെട്ടലിന്റെ വക്കിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് പ്രഗത്ഭനായ ഒരു വ്യവസായി, സ്വന്തം സാമ്രാജ്യം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യവസായി, എല്ലാവരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന, ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് മരണപ്പെടുന്ന സമയത്ത്, പെട്ടെന്ന് ആത്മഹത്യ ചെയ്ത സമയത്ത് അദ്ദേഹത്തിനെതിരെ ഇത്ര വലിയ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിനെതിരെ വരുന്ന സമയത്ത് അതൊക്കെ ഈ വ്യവസായ ലോകത്തെ ഒന്നടങ്കം പിടിച്ചുലച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മരണത്തിന് പിന്നിലുള്ള ഇപ്പോഴത്തെ നമ്മളുടെ ഒരു അന്വേഷണത്തിലും കാര്യത്തിലും മനസ്സിലാവുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ഇത് തിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തെ വലിയ നിലയ്ക്ക് ബുദ്ധിമുട്ടിലാഴ്ത്തിയതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു പ്രതികരണമാണ് ഉണ്ടായത് അദ്ദേഹത്തിൽ നിന്ന് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.